ഇവിടെ അടി ഉണ്ടാക്കുന്നു. സ്വരാജുമായിട്ട് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. റിയാക്ട് അപ്പോഴപ്പോഴും കൊടുക്കാനും നമുക്ക് മറുപടി പറയാനും പറ്റും. തമ്മി കൽപ്പന ചേച്ചിയും കലാമങ്ങടെ കൊടുത്തൊരു ഇന്റർവ്യൂ ഇപ്പോഴത്തെ കാലത്തായിരുന്നു അത് വൈറലായ ഇതിനെല്ലാം പ്രോത്സാഹനം തന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ? എല്ലാം ഉർവശിയാ പറഞ്ഞു കൊടുക്കുക. കൽപ്പന അവള് എപ്പോഴും വഴക്കായിരിക്കും. ഉർവശിയുടെ മകള് ഉർവശി മനോജ് വിജയൻ, കൽപ്പന എൻ്റെ മോന് കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ടോ? ഉർവശിയെ പോലെ ആയിട്ടില്ല, കൽപ്പനയെ പോലെ ആയിട്ടില്ല, അങ്ങനെ പറയരുത്. ആരും ആരെയും പോലെയല്ല. ഒരു മക്കളാണെങ്കിൽ മറ്റൊരു വ്യക്തിയാണ്. ആദ്യമായിട്ട് കണ്ടാൽ പോലും ഒത്തിരി കഥകൾ ഉണ്ടാവും പറയാനായിട്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിലൊരു മറവ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. മറവ് എന്ന് പറയുന്ന സിനിമാക്കാരെ സംബന്ധിച്ച് ഒന്നും മറവില്ല. പ്രിയപ്പെട്ടതൊന്നുമില്ല. ഒന്നുമില്ല. അത് പണ്ടേ അമ്മ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ റെസ്റ്റ് എടുക്കാം അത് സമ്മതിക്കില്ല. അപ്പം വീട്ടിൽ നിൽക്കുന്നവർക്ക് ലീവ് കൊടുക്കും. എന്നിട്ട് കാരണം നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ്, ഇതൊക്കെ പഠിക്കണം. സിനിമാക്കാരിയായിട്ട് വളർത്തി നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ലേ ചോദിക്കരുതല്ലോ. അവിടെ ഞങ്ങളെല്ലാം പഠിച്ചു. കുഴപ്പം പറ്റിയെന്നറിയില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടോ? ഹായ്, ഹലോ, നമസ്കാരം. ഒരു സിനിമ തിയേറ്ററിൽ വരിക, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പരാജയപ്പെട്ടിട്ട് സെക്കൻഡ് പാർട്ട് ഹിറ്റാകുക എന്നുള്ളത് ഇപ്പം മലയാളത്തിൽ അതൊരു സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളേറെ പ്രിയപ്പെട്ട ഒരു സിനിമ ഇപ്പം സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ വന്നിട്ടുണ്ട്, ഭരതനാട്യം സിനിമയിൽ. അതിലേറെ എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കലാരഞ്ജിനി മാം, നമസ്കാരം. എനിക്ക് കലാമെന്ന് വിളിക്കുന്ന ഇഷ്ടം എപ്പോഴും. അമ്മയെന്ന് വിളിക്കുന്ന എനിക്കും ഇഷ്ടം. ഓക്കെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി നാൾ കൂടിയിട്ട് ഒത്തിരി എല്ലാ മാസം എൻ്റെ ഒരു കോളാമ്പയ്ക്ക് വരും. അങ്ങനെ ആഗ്രഹിച്ച സന്തോഷം ഞാൻ ഒരുപാട് അറിയിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിനോടൊപ്പം നമ്മുടെ സിനിമ ഹിറ്റായതിൻ്റെ സന്തോഷം കൂടെ നമ്മൾ പങ്കുവയ്ക്കുക. ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഓരോ പടം ചെയ്യുന്നതും അത് വിജയിക്കണമെന്ന് പറഞ്ഞാണ് എല്ലാവരും. പക്ഷെ ഭരതനാട്യം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അതിലെന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. പക്ഷെ OTT-യിൽ അത് സൂപ്പറായി. അപ്പോഴും തിയേറ്ററിൽ എന്തായത് കുഴപ്പം പറ്റിയെന്നറിയില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടോ? ഫാമിലി സബ്ജക്റ്റാണ്. ഇതിന് മറ്റെന്തെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ ഇപ്പം ദൃശ്യം, അതിനൊക്കെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരുമ്പോൾ അതിനൊക്കെ ഓരോ സബ്ജക്റ്റ് ഉണ്ട്. ഇതൊരു ഫാമിലിയാണ്. ഇതിനെങ്ങനെ എന്താ സെക്കൻഡ് പാർട്ട്? നോക്കാം ചേച്ചി, നമുക്കൊന്ന് പിടിച്ച് നോക്കാം എന്ന് പറഞ്ഞു കൃഷ്ണദാസ്. എനിക്ക് കുഴപ്പമില്ല, സന്തോഷമല്ലേ. അപ്പം നമുക്ക് സരസ്വതി അമ്മ സെറ്റിൽ കാണാമെന്നും പറഞ്ഞിട്ട് വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നതും. എക്സ്ട്രാ അന്നുണ്ടായിരുന്നപ്പോൾ സായിച്ചേട്ടനില്ല, പിന്നുള്ള ജഗദീഷ് ചേട്ടൻ, സ്വരാജ്, പിന്നെ വിനയ് ഫോർട്ട്, പിന്നെ ഞാൻ പിള്ളേർ പിന്നെ ഉണ്ട്. ബേബി ഇതിലാ കാണുന്നത്. അതെ അതെ അതെ, ഞെട്ടിച്ച് കളഞ്ഞു. ഒരു രക്ഷയില്ല. കണ്ണ് മനോഹരമായ 2 കണ്ണ്. എന്ത് കാര്യവും മനസ്സിൽ വിചാരിക്കുന്ന കണ്ണിൽ കാണാം. അതാണ് ആ കുട്ടിയുടെ വിജയം. അങ്ങനെ ഇതിനകത്ത് ഓരോരുത്തരും ആ ഇരട്ട കുട്ടികളൊക്കെ എന്താ ചെയ്തിരിക്കണേ. പിന്നെ ദിവ്യ, ശ്രുതി, ഇവരെ എടുത്ത് പറയാൻ ആരും അധികം എടുത്ത് പറയാത്തത് അവർ ആ കഥാപാത്രത്തോട് ജീവിച്ചിരിക്കുക. കാരണം നാച്ചുറൽ ആർട്ടിസ്റ്റുകളാണ് അവർ. അതുപോലെ സ്വാതിദാസ്, നന്ദുവിനെയൊക്കെ വഴിപോക്കനായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭരതനാട്യത്തിലും ഉണ്ട് നാച്ചുറൽ ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഒടുവിലാൻ പോയി, ഒടുവിലാന് പകരം ആളില്ല, അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിന് പകരം ഉണ്ട്. ഇവിടെ എല്ലാത്തിനും പകരക്കാരുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കൈ കൊടുത്താൽ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നന്ദുവിനെ പോലെ എന്ത് നാച്ചുറൽ ആർട്ടിസ്റ്റ്. അതെ അതെ. പക്ഷെ നന്ദുജോൻ എത്ര വർഷമായി എന്നുള്ളതും കൂടെ ആലോചിക്കണം അല്ലേ. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതൊരു കൃഷ്ണദാസും സൈജുവും വേണ്ടി വന്നു അല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ
അതൊക്കെ കൊണ്ടാണ് അതിൻ്റെ വിജയം. ചേച്ചിയുടെ അഭിനയ ജീവിതത്തിൽ ഇങ്ങനെ സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് പാർട്ട് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പം എപ്പോഴും ഉർവശി ചേച്ചി, കൽപ്പന ചേച്ചി ഒക്കെയാണ്, നിങ്ങൾ 3 പേരും ഒന്നാണെന്നുള്ള രീതിയാണ് നമുക്ക് മലയാളികൾക്ക് തോന്നിയിട്ടുള്ളൂ. ഉർവശി ചേച്ചി പടം കണ്ടോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞോ? മോള് ഇപ്പം സുന്ദർസിയുടെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദർസിയാണെന്ന് തോന്നുന്നു. അവിടെ പാച്ച് വർക്ക് ഉണ്ട് അവിടെ. അതിനവിടെ ചെന്നൈയിലാണ്. അവൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ചെന്നൈയിൽ വന്ന് ഉറപ്പായിട്ട് കാണും, പടം കാണും. അതല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത മാസം, ഈ മാസം തന്നെ വരുന്നുണ്ട് തൃപ്പൂണിത്തറ. ഞാൻ പിന്നെ ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യമുണ്ട്. തിയേറ്റർ വിസിറ്റ് എന്നൊരു പരിപാടി ചേച്ചിയുടെ കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഞാനിപ്പം നിങ്ങളുടെ കൂടെ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. ആ സമയത്ത് ചേച്ചി ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് തിയേറ്ററിൽ പോകണം, ആളുകളെ കാണണം. ഞാൻ അവരോട് അങ്ങനെ ചോദിക്കും. ആ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളമാണ് ഇങ്ങനെ ആളുകളെ നേരിട്ട് കാണുക? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രമോഷൻ എന്ന് പറയുന്നത് തന്നെ ഭരതനാട്യം മുതലാണ് തുടങ്ങിയത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ മറ്റൊരു പടത്തിൻ്റെ ഇതായതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ പ്രമോഷൻ വരാൻ പറ്റില്ല. അപ്പോൾ ഇതിന് മക്കളെ ഞാൻ വരും. 10-ാം തീയതി ഞാൻ എത്തിയിരിക്കും. അപ്പോൾ ഈ അത് ശ്രുതിയും ദിവ്യൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കാണും. പക്ഷെ പോയപ്പോഴാണ് ഡയറക്റ്റ് ഫീല് നമ്മൾ അറിയുന്നത് ഓരോ ഡയലോഗിനും. അപ്പം അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോയിന്ന് അവർക്കൊപ്പം കാണണം. അതൊരു വലിയ സന്തോഷമാണ്. ഓക്കെ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഫണ്ണാണോ എന്ന് ചോദിച്ചാൽ ഫണ്ണാണ്. എന്നാലും നല്ലൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. കൊങ്ങണം കുത്തി കാണിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ശീലം അതല്ലേ? അപ്പം കൽപ്പന ചേച്ചിയുടെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ചുവിൻ്റെ അമ്മയിൽ ഉർവശി ചേച്ചിയുടെ അത് കണ്ടിട്ടുണ്ട്. വീട്ടിലുള്ള ശീലമാണോ ഇത്? പക്ഷേ ഇത് വന്നിട്ട് ഒരു ഡയറക്ടർ അനുവദിച്ചാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ചെയ്യാമോ എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഇത് കൃഷ്ണദാസ് തന്നെയാണ് ചേച്ചി നേരെ പുകയുടെ ഇവിടെ വന്നിട്ട് കുഞ്ഞനും കുത്തി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണദാസ് ഒരു കാര്യം എടുക്കുന്നത് കറക്റ്റ് സ്ക്രിപ്റ്റാണ്. അതിൽ എഡിറ്റ് ചെയ്യാനൊന്നും ഒരുപാട് കാണത്തില്ല, അത്രയ്ക്ക് പക്കമായിരിക്കും. പുള്ളി പറയുന്നത് അതേ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ തിയേറ്ററിൽ നോക്കിയപ്പോൾ അത് എന്ത് എഫക്റ്റായിരിക്കും. സത്യം. ഓരോന്നും ഞാൻ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നത് അത് വളരെ കാഷ്വലായിട്ടാണ് ചോദിച്ചത് അപ്പുറത്ത് നിൽക്കുന്ന പയ്യനോട്. പക്ഷെ തിയേറ്ററിൽ അത് ഭയങ്കര അതെ, ചായക്ക് എന്താ കടി എന്ന് ചോദിക്കുന്നവര്. അപ്പം ഇത് കൃഷ്ണദാസ് പറഞ്ഞതാണ്. ചേച്ചി വരുമ്പോൾ ഒന്ന് കുഞ്ഞനും കുത്തി കാണിക്കണേ പുകയുടെ ഇടയ്ക്ക്. അപ്പം അത് നമുക്ക് പിന്നെ തമ്മി കാണിച്ചിട്ട് തമ്മി വഴക്കുണ്ടാക്കുമ്പോൾ ഇത് തന്നെയല്ലേ നിരന്തരം ഭാഗ്യ ഇങ്ങനെ കാണിക്കുക അതൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം അതെനിക്ക് ഈസി ആയിരുന്നു. അച്ഛൻ്റെ അമ്മയിൽ ഞങ്ങൾ ഉർവശി ചേച്ചി ഇത് കാണിക്കുമ്പോഴത്തേക്കുള്ള ഒരു ചിരി ഉണ്ടല്ലോ, അങ്ങനെ കൂടെ കാണിക്കും. നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇങ്ങനെ അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ തമ്മിൽ കാണിക്കുന്ന ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ അടിയും പിടിയും അങ്ങനെ ഇല്ല. അത് കൊച്ചിലെ ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ നമുക്കത് അത്രയ്ക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചാണ് നമ്മൾ ജയിക്കുന്നത്. വർത്തമാനം പറഞ്ഞാൽ നേടില്ല. ഗോഷ്ടി കാണിക്കുക, ഒന്നും പറ്റത്തില്ല. മമ്മയും അവരൊക്കെ ഇരിപ്പ് കൊണ്ടെങ്കിൽ കാല് കൊണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കും. കാരണം നമ്മുടെ പ്രതിഷേധം അറിയിക്കുക, അത് അവർക്കറിയാം. അപ്പോഴേ അവളിങ്ങനെ കാര്യം നോക്കും, നീ എന്നിപ്പോൾ കാണിച്ചില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ വഴക്ക് നിങ്ങൾ 3 ആളും തമ്മിൽ ആരായിട്ടാണ്? ഞാനും മിനിമോളും കൽപ്പനയും. കാരണം ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലായിരുന്നു. ഞങ്ങൾ തമ്മിലാണ്. പൊടിമോളെന്ന് പറയുന്നത് കൽപ്പനയ്ക്കും അടുത്തതാണ്. അവളെ ഞാൻ എടുത്തോണ്ട് നടന്നതാണ്. അപ്പം അവളൊരു കൊച്ചിൻ്റെ ലെവലാണ്. പക്ഷേ അനിയന്മാരും അങ്ങനെയാണ്. പക്ഷെ ഞാനും കൽപ്പനയെന്ന് വെച്ചാൽ 1.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. കുഞ്ഞിലേ മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. സ്കൂളിൽ ചേർക്കുമ്പോൾ എന്നെ ചേർത്തപ്പോൾ എന്നെക്കാട്ടി ഇളയ ഇതായിട്ട് പോലും അവളെ കൂടെ ചേർത്തു. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത്, ഒരേ ക്ലാസ്. ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കും, വാശി? അല്ലല്ല, അന്ന് ഞാൻ വളരെ അധികം സംസാരിക്കാത്ത, വീട്ടിൽ മാത്രമേ ഉള്ളൂ ബഹളം, അല്ലാതെ വെളിയിൽ പോയാൽ മിണ്ടത്തില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും എല്ലാത്തിനെയും പേടിയാണ്.
റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കില്ല, വണ്ടികൾ വരുമ്പോൾ പേടിയാണ്. അപ്പോൾ ഓട വഴി ഇറങ്ങിയേ നടക്കത്തുള്ളൂ. അപ്പോൾ വൃത്തിയിടാണെങ്കിൽ എനിക്ക് ഇതാണ് പേടി, വണ്ടി പേടി, എതിരെ ആള് വരുന്നതും ഇതൊക്കെയാണ് എനിക്ക് പേടി. അതുകൊണ്ട് കൽപ്പന കൂടെ, അവൾ അന്നേ റൗഡിയായിരുന്നു. പിന്നെ അന്നേ കൽപ്പന പ്രിയദർശിനി, അതാണ് നമ്മുടെ ഫുൾ നെയിം. സ്കൂളിൽ മിമിക്രി മോണോക്ട് കൽപ്പന എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്കൂളിൽ അറിയാം. എല്ലാം മോണോക്ട്, ഓട്ടം തുള്ളൽ, എല്ലാത്തിനും കൈവപ്പൊക്കി മത്സരിക്കാൻ കൂടാരി അന്നത്തെ കാലത്ത് ആരും കാണത്തില്ല. പക്ഷെ അവള് തനിച്ച് നിന്ന് ജയിക്കും, മത്സരിക്കും, പ്രൈസും മേടിച്ചോണ്ട് വരും. അപ്പോൾ മിമിക്രി മോണോക്ട് കൽപ്പന എന്നറിയാം. അവളോട് അധികം ആരും വർത്തമാനത്തിൽ പോകില്ല. അങ്ങനെ ഒന്നിച്ചാണ് ഞങ്ങൾ പൊക്കോണ്ടും പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ഓർമ്മകളിലേക്ക് പോവാണ്. അതിന് മുമ്പ് വിഷുവാണ് വരാൻ പോണേ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേച്ചി അതേ കോസ്റ്റ്യൂമിൽ വന്ന് ഞാൻ രാവിലെ കണ്ടപ്പോഴത്തേക്കും ഇന്ന് എൻ്റെ മനസ്സിലുള്ള എപ്പിസോഡ് ഇതാണ്, ചേച്ചി അതേപോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് ചോദിച്ചേ ഡ്രസ്സ് മാറുന്നുണ്ടോ എന്ന് ഞാൻ വന്ന് ചോദിച്ചില്ലേ, എനിക്ക് ഈ കോസ്റ്റ്യൂമിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പിന്നെ കൊന്നപ്പൂന്നും ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഞാനൊരു റോസപ്പൂ തരാം, നമുക്ക് ഇത് വെച്ച് അങ്ങ് തുടങ്ങാം. അതെ, ഓക്കെ. ഈ പൂ തരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ, എങ്കിലും ഇതിനു മുൻപ് നിങ്ങൾ കൽപ്പന ചേച്ചിയും കലാമങ്കടെ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഇപ്പോഴത്തെ കാലത്തായിരുന്നു അത് വൈറലായ തന്നെ, ഭയങ്കര ആവേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ സകല കുരുത്തക്കേടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു വിഷുവിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? ഞങ്ങൾ അതായത് കൊച്ചിലെ മുതൽ കൽപ്പന ബിസിയാണ്, ബേബി ആർട്ടിസ്റ്റായിട്ട്. എൻ്റെ അനിയന്മാരൊക്കെ വിഷുവിനൊന്ന് ഓർമ്മയുള്ള പോലെ എൻ്റെ അമ്മുമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മുമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയുടെ അമ്മ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് വിഷു അന്ന് അറിയാവുന്നത്. കൂടുതലും അച്ഛൻ്റെ അമ്മ വിഷുവും കണി വയ്ക്കുന്നതും പിന്നെ വെള്ളരിക്ക അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ ആഘോഷിക്കുന്നത്. വെളുപ്പിന് അന്ന് ഓണക്കോടിയെന്നും പറഞ്ഞിട്ടൊരു മഞ്ഞ തുണിയുണ്ട്, ഒരു തോർത്ത്, അതിനൊരു കസവും ഇത് കാണും. അന്നത് ഏറ്റവും വലിയ വിശേഷമായിരുന്നു. അതാണ് ഞങ്ങൾ ഉടുത്തോണ്ട് വെളുപ്പിനെ കണി കാണുന്നത്. അതൊക്കെ മാറി പിന്നെ സെറ്റുകളിലായി വിഷു. അപ്പോൾ ഒരുപാട് ഓർമ്മ. ഞങ്ങളൊക്കെ കൊച്ചിലെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ 5 മക്കൾ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, എങ്കിലും അതിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ഏതെങ്കിലും ഒരു വിശേഷം എപ്പോഴും പ്രധാനപ്പെട്ടായിരിക്കുമല്ലോ. എത്രത്തോളം ആ ഓർമ്മകൾ ഒരുമിച്ചുള്ള ഏറ്റവും നിങ്ങൾ ഒരുമിച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഒരുമിച്ച് ഞങ്ങൾ ഈ പരിപാടി ആഘോഷിക്കും എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ ഉണ്ടാവാറില്ലേ വീട്ടിൽ? ഓണത്തിന് മിക്കവാറും ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓണം വീട്ടിൽ ഉണ്ടാവും, അത് അമ്മയ്ക്ക് നിർബന്ധമാണ്. തിരുവോണത്തിന് മിക്കവാറും സെറ്റുകളിലായിരിക്കും. പക്ഷെ അവിട്ടത്തിനോ ചതയത്തിനോ എപ്പോഴെങ്കിലും ഞങ്ങൾ വീട്ടിലുണ്ടാവണം, അതൊരു നിർബന്ധം. അപ്പോൾ എല്ലാവരും കാണും, ഒന്നിച്ചായിരിക്കും. അതൊരു സന്തോഷം തന്നെയാണ്. അതിൽ കേട്ടൊരു കഥയുണ്ട്, കപ്പളത്തിന് മണ്ട കയറി നിന്നാൽ ഈ ഏരിയ മൊത്തം കാണാം എന്ന് പറഞ്ഞ് പറ്റിച്ച് മരത്തിൽ കയറ്റിയ ഒരു കഥ. എന്താ അതിന്റെ രഹസ്യം? എന്താ? കപ്പളത്തിന് മുകളിൽ കയറാൻ പറ്റത്തില്ല. അതിൽ ഞാൻ കയറിയിട്ട് അത് ഇവിടെ ഇച്ചിരി വണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ സ്ഥൂലമായിട്ട് ഇങ്ങനെ പോണേ. അതിന് വെയിറ്റ് താങ്ങാൻ പറ്റില്ല, പെട്ടെന്ന് ഓടിക്കും. അതിൻ്റെ മേളിൽ പോയിട്ട് ഈ നാട് മൊത്തം കാണാൻ മക്കളെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിങ്ങ് ചാഞ്ഞു, ഞാനിങ്ങനെ വളഞ്ഞിങ്ങനെ വരും, തിരിച്ച് മേളിൽ അവസാനം ഒടിഞ്ഞ് താഴെ വീണ് കൈയൊടിഞ്ഞ്, ഇടത്തെ കൈയൊടിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചു, പിന്നെ മതിലിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അന്ന് തന്നെ വലത്തെ കൈ ഒടിഞ്ഞു. കാരണം ഇനി വേറൊന്ന് കിളിമരത്തിൽ കാണിക്കാൻ ഇതിനെല്ലാം പ്രോത്സാഹനം തന്നിട്ട് തരും. എന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ? അല്ല, ഉർവശിയാ പറഞ്ഞു കൊടുക്കാൻ, കൽപ്പനയല്ല. ഉർവശിയാണ് ആൾക്കാട്ടിന്ന് ഞങ്ങൾ പറയും, ആൾക്കാട്ടി വരുന്നതെന്ന്. അച്ഛാ തായ് ഇവര് രണ്ടുപേരും മേളിൽ കയറി വീണു, മരത്തിന്റെ മണ്ടയിൽ കയറി, അത് ചെയ്ത് എല്ലാം പറഞ്ഞു കൊടുക്കാൻ അവളാ. അപ്പം എങ്കിലും ഒരിക്കൽ പോലും ഉർവശി ചേച്ചി കൂട്ട് നിന്നിട്ടില്ല ഒന്നിലും? അല്ല, അങ്ങനെയല്ല.
ഇതെന്തെങ്കിലും തെറ്റാണ്, അവളെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൽപ്പനയും അവളും എപ്പോഴും വഴക്കായിരിക്കും. അപ്പം അതിന് ഇങ്ങനെ എന്തെങ്കിലും തൊടുത്തു വിടും, അല്ലാതെ അവൾ കൂട്ടിയതാതിരിക്കുന്നത്. ഈ കുഞ്ഞുനാളിൽ എന്തിനാ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ പ്രശ്നങ്ങളില്ല. ഞാനും കൽപ്പനയും തമ്മിലാണ് എന്തെങ്കിലും വാക്ക് തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോഴേ ചേരും. പൊടിമോളുമായിട്ട് അവൾ കൊച്ചായതുകൊണ്ട് അവളുമായിട്ട് വലിയ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. അങ്ങനെ പിന്നെ 2 അനിയന്മാരും. എനിക്കൊന്ന് അനിയന്മാരെ അധികം സിനിമയിലേക്കോ അല്ലെങ്കിൽ അവരുടെ കഥകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എങ്കിലും ആദ്യം അഭിനയിക്കുന്ന കൽപ്പന, അത് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചനിയൻ കാലിത്തൊഴുത്തിൽ പിറന്ന സായുജ്യം, പിന്നെ ജയൻ്റെ എല്ലാ പടങ്ങളിലും ചെറുപ്രായവും എൻ്റെ 2 അനിയന്മാരായിരുന്നു. അവർ 10-60 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളെയാണ് കൂടുതലും ആളുകൾ ഏറ്റെടുത്ത് ആഘോഷിക്കപ്പെട്ടത്, നിങ്ങൾ 3 പെൺപിള്ളാരെയാണ് എന്നുള്ളത്. പിന്നെ അവർ പഠിക്കുന്ന ഇതായപ്പോൾ പഠിക്കാൻ വിട്ടു, അങ്ങനെ അങ്ങ് പോയി. അവരെ കൂടുതൽ പിന്നെ ഹീറോ ആയിട്ടാണ് അഭിനയിച്ചത്. പിന്നീട് ഇങ്ങനെ യാത്ര തിരിക്കുമ്പോൾ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സൗണ്ടിനൊരു പ്രശ്നം വന്നത്. ഡബ് ചെയ്യണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചിരുന്നു? എനിക്ക് ഡബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നിരുന്നു? ഇല്ലടാ, ആദ്യം എനിക്ക് ഡബ് ചെയ്യാൻ തുടങ്ങിയത് സത്യത്തിൽ ഭാഗ്യലക്ഷ്മിയാണ്. ഫസ്റ്റ് പടം പോലെ എനിക്ക് ഡബ് ചെയ്യുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഒന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് അങ്ങനല്ല. ഡബ്ബിങ് എന്ന് പറയുന്നത് വലിയ കലയാണ്. കാരണം കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഞാനിപ്പോൾ അതാ ശ്രീജിയുടെയൊക്കെയും പറഞ്ഞത്, നമ്മൾ ആർട്ടിസ്റ്റുകളൊന്നിച്ച് അഭിനയിക്കുന്നു. ഇപ്പോൾ സൈജുവായിട്ട് ഞാൻ സംസാരിക്കുന്നു, ഇവിടെ അടി ഉണ്ടാക്കുന്നു, സ്വരാജുമായിട്ട് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. റിയാക്ട് അപ്പോഴപ്പോഴും കൊടുക്കാനും നമുക്ക് മറുപടി പറയാനും പറ്റും. പക്ഷേ ഡബ്ബിങ് അങ്ങനെയല്ല. ഒരു ഇരുട്ട് റൂമിൽ തനിച്ച് ഇത്രയും പേരുടെ റിയാക്ഷനും കൊടുത്ത് ശബ്ദത്തിൽ കൊടുത്ത് ചെയ്യാൻ കഴിയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് അത് വലിയ കഴിവാണ്. അന്ന് എനിക്ക് ആ കഴിവില്ലായിരുന്നു, എനിക്കറിയില്ല. ഡബ്ബിങ്ങിന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ വരുമായിരിക്കാം. പക്ഷെ അന്നത് എനിക്കൊരു പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വോയിസ് പോയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഇന്ന്, എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പോകാൻ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഞാൻ ഉൾവലിയാൻ തുടങ്ങി. എൻ്റെ വോയിസ് ഞാൻ അഭിനയിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ വോയിസ് ഇതാന്ന്. പക്ഷെ അല്ലാതെ ഞാൻ പുറത്ത് പറയില്ല, സംസാരിക്കില്ല. അതിനെ തിരിച്ചു കൊണ്ടുവന്ന റോഷൻ ആൻഡ്രൂസാണ് അവളുടെ അറിവിൽ കലച്ചേച്ചി തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചെറുകുടിഞ്ഞ കിനാവ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞാൻ 2-3 പടം ചെയ്തു. പക്ഷെ അതിലൊക്കെ വേറെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ അവർ വിളിച്ചത്. ഇതിൽ ഈ ഭരതനാട്യത്തിലാണ് കലച്ചേച്ചി തന്നെ. ഞാൻ ഒരുപാട് പറഞ്ഞു, എനിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല എൻ്റെ വോയിസിൽ, അതെങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. അപ്പം ജനങ്ങളെങ്ങനെ അത് കേൾക്കും, എൻ്റെ ഇത് വ്യക്തമായിട്ട് അതിൻ്റെ വാക്കുകൾ വരുമോ? ഇത് എനിക്ക് എൻ്റെ സരസ്വതി അമ്മയ്ക്ക് ഇങ്ങനെ ശബ്ദം മതി. ചേച്ചി പറയുന്ന കാര്യങ്ങൾ ആ വോയിസിൽ കിട്ടിയാൽ മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാണ് ഭരതനാട്യം ചെയ്യുന്നത്. പിന്നെ ഇതിൽ ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഇനിയിപ്പോൾ ഡബ് ഞാൻ തന്നെ ഡബ് ചെയ്യും. ഓക്കെ, ഇപ്പം പുതിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ തലമുറയും കൂടെ ഒപ്പം വരുന്നുണ്ട്. ഇപ്പം കൽപ്പന ചേച്ചിയുടെ മകള് ശ്രീമയുടെ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാറ്റയുടെ ഒരു സിനിമ വരുന്നുണ്ട്. ഈ പുതു തലമുറയിൽ അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ്റെ സിനിമകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ അവർ അഭിനയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻസ് എന്തായിരുന്നു? ഞങ്ങൾ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നാടക ആർട്ടിസ്റ്റുകളാണ്. അമ്മ ക്ലാസിക്കൽ ഡാൻസറാണ്. അതിൽ വന്നപ്പോൾ നമുക്ക് പിന്തിരിഞ്ഞ് വേറൊന്നും നോക്കാനില്ലായിരുന്നു. അച്ഛനും അമ്മയുടെയും സപ്പോർട്ടുണ്ട്. വന്നു അവരെ വിളിക്കാൻ കാണാനും ഒക്കെ വരുന്നവരാണ്. തരക്കേടില്ലല്ലോ, കാണാൻ നല്ല രസമുണ്ട്. കൊച്ചു പിള്ളേരല്ലേ. അപ്പം ബേബി ആർട്ടിസ്റ്റായിട്ടും മാസ്റ്ററായിട്ടും അവർ വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞാൻ വന്നവളാം. ഞാനാണ് എൻ്റെ വീട്ടിൽ ലാസ്റ്റ് അഭിനയിക്കാൻ വരുന്നത്. അങ്ങനെ വന്നാണ്. പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് വരുമ്പോൾ ഉർവശിയുടെ മകള് ഉർവശി, മനോജ് വിജയൻ, കൽപ്പന, എൻ്റെ മോന്
ഈ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മോൻ ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇവർക്ക് വളരെ സൂക്ഷിച്ചേ വരാൻ പറ്റും. തീർച്ചയായിട്ടും, അതെ അതെ, ഭയങ്കര സെലക്റ്റീവ് ആയാലേ പറ്റുള്ളൂ. പിന്നെ അവർക്ക് അഭിനയം ശരിയാണോ, ഇപ്പം നമ്മുടെ മക്കളായതുകൊണ്ട് നിലച്ച് നിൽക്കണമെന്നില്ല, അവരുടെ തലയിലെഴുത്തും കൂടെ നന്നായിരിക്കണം, കഴിവും വേണം. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ മോള്, എൻ്റെ മോള് ഡ്രാമ ആർട്ടിസ്റ്റാണ്. അതുപോലെ കുഞ്ഞാറ്റ നന്നായിട്ട് അവളെ ഉർവശി ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും, കൽപ്പനയെ കാണിക്കും. അപ്പം കഴിവുണ്ട് അവർക്ക്, അവരത് ഫ്രെയിമിൽ തെളിയിക്കണം. പക്ഷെ എന്നാലും ഒരു ഉള്ളിലൊരു തോന്നുന്നു കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ട്. ഉർവശിയെ പോലെ ആയിട്ടില്ല, കൽപ്പനയെ പോലെ ആയിട്ടില്ല, അങ്ങനെ പറയരുത്. ആരും ആരെയും പോലെയല്ല. അവർ മക്കളാണെങ്കിലും മറ്റൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട്. ഞങ്ങളപ്പോൾ അഭിനയിച്ചതും വന്നതും ഞങ്ങൾക്ക് കിട്ടിയ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് അതുപോലെ കിട്ടിയാൽ അവർ അതിനേക്കാൾ അപ്പുറം, ഞാനതാ പറഞ്ഞേ, ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരെ മറ്റൊരാളുമായിട്ട് സാമ്യം ചെയ്യരുത്. ഇപ്പം അച്ഛനെ പോലെ മകനെന്ന് പറഞ്ഞാൽ പറയരുത്. അച്ഛൻ അച്ഛനാണ്, മകൻ മകനാണ്. അവൻ്റേതായ വേറെ കഴിവുകളുണ്ട്, നിങ്ങളത് നോക്കുക. അങ്ങനെ നമുക്ക് അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ള. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു ജനറേഷൻ വരുമ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പം കുഞ്ഞാറ്റയുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ശ്രീമയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാടുണ്ട്. ശ്രീമ എന്താ ഒളിച്ചിരിക്കുകയാണോ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഒളിച്ചിരിക്കുകയാണ്? ശ്രീമേനെ കാണാനേ ഇല്ല. അവൾ ഡ്രാമ ചെയ്യാണ്, ഡ്രാമ ആർട്ടിസ്റ്റാണ്. അവിടുത്തെ കൂത്തുപൊട്ടറയിൽ 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൽ മുഴുവൻ ഇതിലായിട്ട് നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും ഇല്ല അധികം ആള്, അവളധികം വരില്ല. ഇല്ല. അതവണ ഓരോരുത്തരും ഓരോ അവർക്ക്. ഇപ്പം എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാം ശ്രുതി ഓപ്പൺ ചെയ്തെന്നാണ് ഇതുവരെ. പിന്നെ എന്തെങ്കിലും ഫോട്ടോ ഇടാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അതുപോലെ ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇപ്പം അവൾ തിരിച്ച് രണ്ടാമത് ഇതൊക്കെ ഇടണം, ഇതൊക്കെ ഇടണമെന്ന് പറഞ്ഞു. ഇനി അതിടാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം മോക്ക് ഇതൊക്കെ അറിയാം, എങ്കിലും അവൾ അതങ്ങനെ ഒരു ക്യാരക്ടറാണ്, കുറച്ച് ഒതുങ്ങിയ ക്യാരക്ടറാണ് അവൾ. ഞാൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കംഫർട്ടായിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോണെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന മോളെ പോലെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് കലാമ്മ. എങ്ങനെ ആളുകളോട് ഇങ്ങനെ ജെനുവിനായിട്ട് നിൽക്കാൻ പറ്റുക? അത് ഞാൻ എനിക്ക് അങ്ങനെ പറയല്ല, എൻ്റെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ജോലിയാണ്. അല്ലാതെ വരുമ്പോൾ ഞാൻ സാധാ കലാരഞ്ജിനി തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സ് ലെവലിലാണെങ്കിലും ഇത്രയും നാളിൽ അങ്ങനെ ശത്രുക്കൾ ആരുമില്ല ഈ ഫീൽഡിലാരും. പിന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ 1 മിനിറ്റ് നിങ്ങൾ ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനോ വിളിക്കുന്നു, ഞാൻ അപ്പം നെഗ്ലക്റ്റ് ചെയ്താൽ ഞാനത് ആലോചിക്കുകയോ ഈശ്വര വിളിച്ചിട്ടൊന്നും മിണ്ടാൻ പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യം ഇപ്പം ഇങ്ങനെ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഞാനിനി ഇത് കംപ്ലീറ്റ് മറുപടി പറയും. എല്ലാ മിസ് കോളും എല്ലാത്തിനും തിരിച്ചു വിളിക്കും, ഒന്നും ഞാൻ നോ പറയില്ല. അത് എന്തോ ആയിക്കോട്ടെ, അവരോടൊന്നും ഞാൻ ഇത് പറയില്ല. അതെൻ്റെ ഒരു ക്യാരക്ടറാണ്. തിരിച്ചപ്പോഴേ പറയുക, റെസ്പോണ്ട് ചെയ്യുക. അതിലൊന്നും അതിനല്ലേ വെച്ചിരിക്കുന്ന ഫോണിൻ്റെ മാത്രമല്ല, ഇപ്പം നേരിട്ടാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കണ്ടാൽ പോലും ഒത്തിരി കഥകളുണ്ടാവും പറയാനായിട്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിലൊരു മറവ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. മറവ് എന്ന് പറയുന്ന സിനിമാക്കാരെ സംബന്ധിച്ച് ഒന്നും മറവില്ല. ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് ഒരാളെ ഇങ്ങനെ നോക്കിയാൽ എന്നെ നോക്കാൻ 1000 കണ്ണുണ്ട് ഇല്ലേ? ഇതിലെന്താ മറവ്? മറച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊന്ന്, കൂടുതൽ മറയ്ക്കാനും ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കഥയാണ്. മറിച്ചിട്ട് അങ്ങനെ ഒരു ഇതിൽ പറയുന്നത് അങ്ങനെ പറയും, ഓപ്പണായിട്ട് പറയും. അതും ശരിയാണ്. നിങ്ങൾ 3 പേരും പറയാനുള്ള കാര്യം മൂത്തൂക്കി തമ്മി പറയും. ഇപ്പൊ ഉർവശിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ മുഖത്ത് നോക്കി പറയും, നീ എന്താ അതങ്ങനെ ചെയ്തേ, അത് ശരിയായില്ലല്ലോ എന്ന് അപ്പം പറയും. അതിനെ മാക്സിമം തിരുത്താനും നോക്കും.
തിരുത്ത് വിളിക്കുക എന്ന് പറയും. കൽപ്പനയാണെങ്കിലും തമ്മി ഞങ്ങൾ. വിഷുക്കാലമൊക്കെ വരുമ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? അയ്യോ, മാമ്പഴ പുളിശ്ശേരി. അത് തന്നെയാണ്. അത് സ്പെഷ്യലാണോ? അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ സീസൺ വരുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് വലിയ കാര്യമാണ് മാമ്പഴ പുളിശ്ശേരി. എനിക്കൊന്നും അത് കൂടാതെ തന്നെ ഭക്ഷണത്തിനോടൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ? ഇഷ്ടമുള്ളത് കഴിക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. നമുക്ക് വയറിന് ഇഷ്ടം, വായിക്ക് രുചി. ഞാൻ അതേ നോക്കും. ഇന്നത് വേണം, ഇന്നത് തന്നെ മസ്റ്റ്, ഇത് കഴിക്കില്ല. കഴിക്കാത്ത പണ്ട് മുതൽ വീട്ടിൽ വെക്കാത്തത് കൊണ്ട് ഇറച്ചി വകകൾ മുമ്പ് വീട്ടിൽ വയ്ക്കത്തില്ല. ഈ സെറ്റുകളിൽ വരുമ്പോഴാണ് നമുക്ക് ചിക്കനും മട്ടണും വളരെ അപൂർവം ചിക്കനൊക്കെ കഴിക്കുന്നത്. ഫിഷ്, മീൻ മസ്റ്റാണ്. വീട്ടിലെപ്പോഴും കാണും മീൻ കറി എന്തെങ്കിലും. അല്ലാതെ വേറെ നമുക്ക് പക്ഷെ അതില്ലെങ്കിലും ചമ്മന്തി ആണെങ്കിലും കഴിക്കും. അച്ചാറ് കൂട്ടിയാണെങ്കിലും ചോറുണ്ടോ ഉള്ളതുണ്ട് ഓണം. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടെ വഴുതനങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്ന കഥ. കൽപ്പനയല്ല, നിങ്ങൾ ഞാനും. ഇവക്ക് വഴുതനങ്ങ ഇഷ്ടമാണ്. ഉർവശിക്ക് അവക്ക് ബാംഗ്ലൂർ പോയിട്ട് പഠിച്ചോണ്ട് വന്നതാ. ശരിക്കും നെയ്യിലിട്ട് വരട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിനെ കൽപ്പന അങ്ങ് എടുത്ത് കൊടുത്തന്നേ ഉള്ളൂ. അവള് ചെറിയ കാര്യത്തിനെ പോലെ സ്റ്റോറിയാക്കും. നല്ല ടേസ്റ്റായിരുന്നു. അതിലിങ്ങനെ വളഞ്ഞിരിക്കത്തില്ലേ, നീളത്തിന്റെ കത്തിരിക്ക നമ്മൾ വഴറ്റുമ്പോൾ അതങ്ങ് വളഞ്ഞിങ്ങനെ വരും. അപ്പോൾ അത് കൊഞ്ചു പോലെ പുറത്തിരിക്കുന്ന ഇവള് കമ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി അതിനെ അവള് നന്നായിട്ട് പൊലിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രം. അല്ല, അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അവൾ നന്നായിട്ട് പാചകം ചെയ്യും. ഉർവശി അസലായിട്ട് പാചകം ചെയ്യും. ഞാനും ചെയ്യും. എനിക്കും പാചകം അറിയാം, എല്ലാം അറിയാം. ഉർവശി ചേച്ചി ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അവള് എല്ലാം ഉണ്ടാക്കും കേട്ടോ. ചിക്കൻ കറി അത് ഇത് എല്ലാം ഉണ്ടാക്കും, മീൻ കറി എല്ലാം ഉണ്ടാക്കും. അവിയല് വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം പാചകം ചെയ്യും. അതിൽ ഇന്നത് പ്രിയപ്പെട്ടതൊന്നുമില്ല. ഒന്നുമില്ല. അത് പണ്ടേ അമ്മ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ റെസ്റ്റ് എടുക്കാം, അത് സമ്മതിക്കില്ല. അപ്പം വീട്ടിൽ നിൽക്കുന്നവർക്ക് ലീവ് കൊടുക്കും. എന്നിട്ട് ഞാൻ നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ്, ഇതൊക്കെ പഠിക്കണം. സിനിമാക്കാരിയായിട്ട് വളർത്തി നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ലേ ചോദിക്കരുതല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം പഠിച്ചു. പക്ഷെ കൽപ്പന ചേച്ചി അങ്ങനല്ല. ഒന്നും അറിയില്ല. ഒരു രസം ഉണ്ടാക്കാൻ അറിയാം. പിന്നെന്തുവാ, ബട്ടർ ചിക്കൻ എവിടെയോ പഠിച്ച്, അങ്ങനെ ബട്ടർ ചിക്കൻ അമേരിക്കയിൽ എവിടെ കണ്ട് പോയപ്പോൾ അവൾ അവിടെ നിന്ന് എഴുതി എടുത്തോണ്ട് വന്ന് അത് മോക്കൊക്കെ കൊടുത്തു. നന്നായിരുന്നു. അല്ലാതെ അടുക്കള കയറുന്ന ശീലമില്ല. ഇല്ല ശീലമില്ല. അവള് അറിഞ്ഞൂടാ. എനിക്കൊന്ന് ശ്രീമയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ അതുകൊണ്ട് കയറുന്നില്ല, നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ എനിക്ക് ഉണ്ടാക്കി തരും എന്നുള്ളത്. അതേ ശീലം തന്നെ. അറിയാം, നന്നായിട്ട് അറിയാം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും ആള്. മോളയ്യോ എനിക്കെല്ലാം ഉണ്ടാക്കി തരും. അങ്ങനെ ഭയങ്കര സന്തോഷം. കൽപ്പന ചേച്ചിയുടെ മോളിനെ ഇതുവരെ മാറ്റി നിർത്തി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയുന്നത് എൻ്റെ മകൾ എന്നുള്ളതാണ്. എൻ്റെ മോള് എന്ന് പറയാൻ മെയിൻ കാരണം, ഒരു ഏജ് വരെ ഈ പിള്ളേർക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. എൻ്റെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ മക്കളെ വളർത്തിയത്. ഇവർക്ക് ഇതിലേതാ അമ്മയെന്നറിയില്ല. ആർക്കൊന്നും വെച്ചാൽ പിള്ളേർക്കറിയില്ല. ഇവരെല്ലാം ഇപ്പം മോക്ക് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. ഏത് പണ്ടും കുഞ്ഞാറ്റയ്ക്കും അത് തന്നെ. മനോജ് എവിടെയെങ്കിലും പോയാൽ എല്ലാത്തിനും ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നത്. അമ്പോറ്റിക്ക് എൻ്റെ മോൻ്റെ പേര് അമ്പോറ്റി, മറ്റേത് അമ്പാടി, എൻ്റെ ബ്രദറിൻ്റെ മോൻ. എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളർന്നു. ഇവൻ മാത്രമേ ഉള്ളൂ, അമ്പാടി മാത്രമേ ഉള്ളൂ ബഹറിനിലേക്ക് പിന്നെ പോയത് ഒരു ഏജ് കഴിഞ്ഞപ്പോൾ. ബാക്കി പിള്ളേരെല്ലാം ഒരുമിച്ചല്ലേ. അപ്പോൾ ഇതെല്ലാം എൻ്റെ മക്കളല്ലേ. അങ്ങനെ തന്നെയാണ് കൽപ്പനയ്ക്കും, അങ്ങനെ തന്നെയാണ് ഉർവശിക്കും. ആർക്കും വ്യത്യാസമില്ല. അതുകൊണ്ട് ഇതെൻ്റെ മോളാണ്. ഇപ്പൊ കൂടുതലെടുത്തു. അതെ, ഇപ്പൊ അവിടെ കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും, കുഞ്ഞിലേ മുതൽ. അപ്പൊ വ്യത്യാസമില്ല. ഇപ്പോഴും കേരളത്തിൽ വന്ന് സെറ്റിൽ ആകണം എന്നുള്ളൊരു ചിന്തയില്ല, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല? ഇല്ല, കേരളത്തിൽ വന്നിടാ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നു.
കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കാനും എഴുതാനും പഠിപ്പിക്കാനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. വില്ലാസായിരുന്നു, തൃപ്പൂണിത്തറ, എറണാകുളത്ത്. അത് കഴിഞ്ഞ് കൽപ്പനയുടെ സംഭവം കഴിഞ്ഞപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് സെറ്റിലായിട്ടില്ല. അങ്ങനെ ഞാൻ ചെന്നൈ തന്നെയായിരുന്നു. ഇങ്ങോട്ട് വരണമെന്ന് താല്പര്യമൊന്നുമില്ല? എനിക്ക് കേരളം ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും തമിഴ്നാട് അങ്ങ് ശീലമായി പോയി. അതുകൊണ്ടത് ഇപ്പം പുതിയ പുതിയ പടങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാണ് എന്നറിയാം. ഇനി അടുത്ത പ്രൊജക്റ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇല്ല മക്കളെ, ഞാൻ അതായത് ഇനി അടുത്തടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി പണ്ട് ഞാൻ അത്ര ബിസി ആവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു മൊയ്തീൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു സൂഫി സുജാതയ്ക്കും വേണ്ടി. എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, ആ ഗ്രൂപ്പ് ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ എപ്പോഴും അങ്ങനെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാം ചെയ്യില്ല. ഇപ്പം വന്നതും ഇനി അങ്ങോട്ടും ഇതുപോലുള്ള നല്ല ക്യാരക്ടർ ടൈപ്പാക്കാതെ, ഇതിങ്ങനത്തെ ഇങ്ങനെ തന്നെ എല്ലാം ചെയ്യുക, ടൈപ്പാക്കാതെ നല്ല നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യും എന്നുള്ള ഒത്തിരി ഒത്തിരി സന്തോഷം. ഒരുപാട് സമയ പരിമിതിക്കിടയിലാണ് ഓടിയെത്തിയത്. സിനിമ വിജയിക്കട്ടെ, വീണ്ടും ഇനി സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ വിഷു ആശംസകളും നേരുന്നു. താങ്ക് യു മക്കളെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സിനിമ വിജയിപ്പിക്കുക. പടം മോഹിനിയാട്ടം എല്ലാവരും കാണണം. കണ്ടാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കണ്ട് പടം വിജയിപ്പിക്കണം. ഇതൊരു കൂട്ടായ്മയുടെ പ്രയത്നമാണ്. ഓരോരുത്തർക്കും ഇതിൻ്റെ സന്തോഷമെന്ന് പറയുന്നേക്കാൾ അവരുടെ ലൈഫാണ്. നന്ദി. താങ്ക് യു.